ബിജെപിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളും. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മികച്ച വിജയത്തിന് പിന്നാലെ ചേരുന്ന ആദ്യ കോർ കമ്മിറ്റിയാണ് ഇന്ന് നടക്കുന്നത്. വിവരങ്ങളുമായി വി വിനീഷ് ചേരുകയാണ് നമുക്കൊപ്പം. വിനീഷ്, വളരെ നിർണായകമായ യോഗമാണ് ഇന്ന് നടക്കുന്നത്. ഒപ്പം തന്നെ ബിജെപിയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള മികച്ച വിജയം അത് ഏവരെയും ഞെട്ടിച്ച കാര്യം തന്നെയാണ്. ഇതിനിടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അത് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് ഇതിനോടകം തന്നെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ പാർട്ടി അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. അഭ്യൂഹങ്ങൾ പരക്കുകയാണ്. ഇതിനിടെയാണ് ഇന്ന് ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത് എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി നിർണയം ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രാഥമിക തലത്തിൽ തന്നെ ഇന്ന് ചർച്ചകൾ ആരംഭിക്കും. പിന്നീട് ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ BJP ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ കേരളത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വിജയം, വലിയ രീതിയിലുള്ള ഒരു സീറ്റ് വർധന എല്ലാം തന്നെ പ്രതീക്ഷിക്കുന്ന സമയം കൂടിയാണ് എന്നുള്ളതാണ്. എന്തായാലും വി വിനീഷ് തയ്യാറാണ്. വിനീഷ്, നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് പിന്നാലെ നടക്കുന്ന കോർ കമ്മിറ്റി യോഗമാണ്. ഇന്ന് എപ്പോഴാണ് യോഗം? എങ്ങനെയാണ് ചർച്ചകൾ? മണിയോടുകൂടി കോർ കമ്മിറ്റി യോഗം ആരംഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ സംസ്ഥാനത്തുടനീളമുണ്ടായ നേട്ടം അത് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് BJP നേതാക്കൾ വിലയിരുത്തുന്നത്. കാരണം ഇനി ഏകദേശം 4 മാസം കഴിയുന്നതോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കും. അതിനുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായും ചർച്ചയാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകും. അതിൻ്റെ പ്രാഥമിക ചർച്ചകളായിരിക്കും, സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പ്രാഥമിക ചർച്ചകളായിരിക്കും ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകുക. BJPയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ ഏറ്റവും വലിയ കക്ഷിയായി അല്ലെങ്കിൽ ഭരണത്തിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തവണ BJP ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതടക്കം സംസ്ഥാനത്തെ 30 പഞ്ചായത്തുകളിൽ BJP ഭരണം പിടിച്ചത് ഉൾപ്പെടെയുള്ള നിരവധി നേട്ടങ്ങളാണ് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായത്. അതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നത്. ഒപ്പം അടിസ്ഥാനപരമായ പ്രവർത്തനം ശക്തമാക്കാനുള്ള ഒരു നിലപാട് ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകും. നേരത്തെ തന്നെ സംഘടനാ തലത്തിൽ വലിയ അഴിച്ചുപണികളായിരുന്നു BJPയുടെ നേതൃത്വത്തിൽ നടത്തിയത്. കാരണം ഒരു നിയോജക മണ്ഡലത്തെ തന്നെ 2ആയി വിഭജിച്ചുകൊണ്ട് സംഘടനയെ കൂടുതൽ അടിത്തട്ടിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് BJP കഴിഞ്ഞ 1 വർഷം മുമ്പ് തന്നെ ആ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. അതിൻ്റെ സമാനമായ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ, ബൂത്ത് തല പ്രവർത്തനങ്ങൾ, പ്രാദേശിക തലത്തിലുള്ള ഏരിയ കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ളവ സജീവമാക്കിക്കൊണ്ട്, വാർഡ് തല കമ്മിറ്റികൾ സജീവമാക്കിക്കൊണ്ട് ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്തരം പ്രവർത്തനങ്ങൾ BJP ആദ്യം മുതൽ തന്നെ സജീവമാക്കി കഴിഞ്ഞു. അതിൽ ഒരു പടി കൂടി മുന്നോട്ട് നീക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് BJP ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിന് അടിസ്ഥാനപരമായ ചർച്ചകൾ നടത്തുന്നത്. അതിനുശേഷം ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ തന്ത്രങ്ങളാണ് മെനയേണ്ടത് എന്ന കാര്യത്തിൽ ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകും. പ്രാഥമികമായി സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകാനാണ് സാധ്യത. വിനീഷ്, എന്തായാലും BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് തലസ്ഥാനത്ത് ചേരുകയാണ്. വിനീഷ് സൂചിപ്പിച്ചതുപോലെ 10 മണിക്കാണ് യോഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള നിർണായക തീരുമാനങ്ങൾ ഈ യോഗം കൈക്കൊള്ളും. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മികച്ച വിജയത്തിന് പിന്നാലെ ചേരുന്ന ആദ്യ കോർ കമ്മിറ്റി യോഗമാണ് ഇത് എന്നുള്ളതും പ്രത്യേകതയാണ്. വി വിനീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.